ولم يجعل له عوجا وصلى الله على محمد وعلى آله وصحبه أجمعين. സ്നേഹമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈസി ഖുർആൻ സ്റ്റഡി സെന്ററിലേക്ക് എല്ലാ സഹോദരങ്ങളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നാം വിശുദ്ധ ഖുർആനിലെ 7-ാമത്തെ അധ്യായമായ സൂറ അൽ അറാഫ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ സൂറത്തുൽ അറാഫിലെ 96 സൂക്തങ്ങളുടെ ആശയങ്ങൾ നാം ഗ്രഹിച്ചു കഴിഞ്ഞു. ഇന്ന് നമുക്ക് 97 മുതലുള്ള ആയത്തുകൾ ശ്രദ്ധിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أفأمن أهل القرى أن يأتيهم بأسنا بياتا وهم نائمون. أوأمن أهل القرى أن يأتيهم بأسنا ضحى وهم يلعبون. أفأمنوا مكر الله فلا يأمن مكر الله إلا القوم الخاسرون. സൂറത്തുൽ അറാഫിലെ കുറെ പ്രവാചകന്മാരുടെ ചരിത്രങ്ങളാണ് ആദ്യ ഭാഗത്ത് നാം മനസ്സിലാക്കിയത്. നൂഹ് അലൈഹിസ്ലാം മുതൽ ഷുഐബ് അലൈഹിസ്ലാം വരെ. ഒടുവില് അള്ളാഹു സുബ്ഹാനഹു വ തആല ഷുഐബ് അലൈഹിസ്ലാമിന്റെ ചരിത്ര പശ്ചാത്തലങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ചുകൊണ്ട് ചില വിശകലനങ്ങൾ നടത്തി തുടങ്ങാണ് 96-ാമത്തെ ആയത്ത് മുതൽ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു വ തആല 96-ൽ പരാമർശിച്ചത് എന്തായിരുന്നു? വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനു വത്തഖൗ. നാട്ടുകാര്, ഏതെങ്കിലും ഒരു രാജ്യ നിവാസികൾ സത്യവിശ്വാസം കൈക്കൊള്ളുകയും തഖ്വാബോധത്തോടെ ദൈവികമായ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്താൽ ലഫതഹ്ന അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്. ആകാശഭൂമികളിലെ സകല അനുഗ്രഹങ്ങളും നാം അവർക്ക് ചൊരിഞ്ഞു കൊടുക്കും, അവയുടെ കവാടങ്ങൾ തുറന്നു കൊടുക്കും എന്നാണ്. വലാകിൻ കദ്ദബു, എന്നാൽ അധിക ജനപദങ്ങളും സത്യത്തെ കളവാക്കുകയാണ് ചെയ്തത്. ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ, അവരുടെ ഇത്തരത്തിലുള്ള തെറ്റായ നിലപാടുകൾ കാരണമായിട്ട്, അഥവാ അവർ സമ്പാദിച്ചു കൂട്ടിയ തിന്മകൾ നിമിത്തമായി അവരെ നാം പിടികൂടി എന്ന് അല്ലാഹു തആല ഉണർത്തി. അപ്പൊ ഒരു സമൂഹം നശിപ്പിക്കപ്പെടുമ്പോൾ അള്ളാഹു ക്രൂരനായതുകൊണ്ട് സംഭവിക്കുന്നതല്ല അത്. അവരവരുടെ കർമ്മഫലമായിട്ട് തന്നെയാണ്. അവർ സൃഷ്ടിച്ചെടുത്ത ഭൂമിയിൽ അവർ ഉണ്ടാക്കിയിട്ടുള്ള സകല വിപത്തുകളുടെയും പരിണത ഫലമായിട്ടാണ് സമൂഹങ്ങൾ ശിക്ഷിക്കപ്പെടുന്നത്, ഈ ലോകത്ത് വെച്ച് തന്നെ ശിക്ഷിക്കപ്പെടുന്നത് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് സംബന്ധമായ വിശകലനങ്ങളിലേക്ക് തന്നെയാണ് പോകുന്നത്. അടുത്ത ആയത്ത് 97-ാമത്തെ ആയത്തുണ്ടല്ലോ, ചില ചോദ്യങ്ങളാണ്. എങ്ങനെയാണ് ഇത്തരം ധിക്കാരികളായ സമൂഹങ്ങൾക്ക് സ്വസ്ഥമായിട്ട് കഴിച്ചുകൂട്ടാൻ പറ്റുന്നത്? ദൈവികമായ ഇടപെടലുകൾ തീർച്ചയായും ലോകത്തുണ്ടാവും. കാരണം ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട്, ഒരു ഉടമസ്ഥനുണ്ട്. അവൻ കൽപ്പിച്ചതനുസരിച്ചല്ല ഈ ലോകം മുന്നോട്ട് പോകുന്നതെങ്കിൽ അവൻ ഇടപെടും എന്നത് സ്വാഭാവികമല്ലേ? ഇപ്പൊ നമുക്കൊരു സ്ഥാപനമുണ്ടെങ്കിൽ അത് നാം ഉദ്ദേശിക്കുന്ന രൂപത്തിലല്ല മുന്നോട്ട് പോകുന്നതെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. അതല്ലെങ്കിൽ അത് അടച്ചുപൂട്ടലാണ് പിന്നെ പരിഹാരം. എന്ന് പറയും പോലെ അള്ളാഹു സൃഷ്ടിച്ച ഈ പ്രപഞ്ചം അവന്റെ കൽപ്പന അനുസരിച്ച് മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ
പിന്നെ എന്തിനാണ് ഇതിനെ അവൻ നിലനിർത്തുന്നത്? സ്വാഭാവികമായും ഒരു സമൂഹത്തെ മാറ്റി മറ്റൊരു സമൂഹത്തെ കൊണ്ടുവരിക എന്നതായിരിക്കും അവന്റെ നടപടിക്രമം എന്ന് മനസ്സിലാക്കാം. അപ്പൊ 97-ാമത്തെ ആയത്തിലേക്ക് പോകാം. ഒരു ചോദ്യമാണ്. അഫ അമിന അഹ്ലുൽ ഖുറ. ആ ചോദ്യമാണല്ലോ, ആണോ? ഫ എന്നാൽ അമിന, അമിനയമനു നിർഭയനായി എന്നാണ് അർത്ഥം. ആമന എന്നതിനെ വിശ്വസിച്ചു എന്നാണ് പൊതുവെ നമ്മൾ അർത്ഥം പറയാം. യഥാർത്ഥത്തിൽ ഒരാൾക്ക് നിർഭയത്വം നൽകി എന്നാണ് ആമനയുടെ ഭാഷാർത്ഥം. കാരണം ഒരാൾ സത്യവിശ്വാസം സ്വീകരിക്കുമ്പോൾ അള്ളാഹു താല അയാളുടെ മനസ്സിൽ നിർഭയത്വവും സമാധാനവും ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ചോദ്യം, അഫ അമിന, നിർഭയരാണോ? അഹ്ലുൽ ഖുറ, നാട്ടുകാര്, ഒരു നാട്ടിലെ നിവാസികൾ നിർഭയരാണോ? അയ്യഹും, അത്തായെത്തി വന്നു എന്നാണ് അർത്ഥം. അയ്യത്തി വരുന്നതിനെ കുറിച്ച്, ഹും അവർക്ക് വരുന്നതിനെ കുറിച്ച്, ബസുന നമ്മുടെ ശിക്ഷ വരുന്നതിനെ കുറിച്ച്, നമ്മുടെ ശിക്ഷ അവർക്ക് വരുന്നതിനെ കുറിച്ച് ആ നാട്ടുകാര് നിർഭയരാണോ? എപ്പോഴാണ്? ബയാത്തൻ, രാത്രി വേളകളിൽ, അഥവാ അവർ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ശിക്ഷ വരുന്നതിനെ കുറിച്ച് അവർ നിർഭയരാണോ? വഹും നായിമൂൻ, അവർ ഉറങ്ങിക്കിടക്കെ എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല ചേർത്ത് പറയാണ്. ഇനി അടുത്ത ആയത്ത് ഇതിന്റെ മറുവശമാണ് പറയുന്നത്. അവ അമിന, നിർഭയരാണോ, നിർഭയനാണോ അഹ്ലുൽ ഖുറ, നാട്ടുകാര്, അയ്യത്തിയഹും അവർക്ക് വരുന്നതിനെ കുറിച്ച്, ബസുന നമ്മുടെ ശിക്ഷ, ലുഹൻ സമയം മാറ്റി പറയാണ്. നേരത്തെ രാത്രി പറഞ്ഞു, ഇവിടെ ലുഹൻ പകൽ സമയത്ത് ശിക്ഷ വരുന്നതിനെ കുറിച്ച് അവർ നിർഭയരാണോ? വഹും യൽഅബൂൻ, ലഅബ യൽഅബു കളിച്ചു, അല്ലെങ്കിൽ വിനോദങ്ങളിൽ ഏർപ്പെട്ടു എന്നാണല്ലോ അർത്ഥം. വിനോദങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കെ, അല്ലെങ്കിൽ ജീവിത വ്യവഹാരങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കെ അള്ളാഹുവിന്റെ ശിക്ഷ വരുന്നതിനെ കുറിച്ച് ഈ ആളുകൾ നിർഭയരാണോ എന്നാണ് അടുത്ത ചോദ്യം. വളരെ പ്രസക്തമാണ്. മനുഷ്യൻ കരുതുന്ന എന്താണ്? ഈ ലോകം തൻ്റെ നിയന്ത്രണത്തിലാണ് എന്നാണ്. അങ്ങനെ ചിലര് വൻശക്തികളായി ലോക പോലീസ് ചമഞ്ഞ് സമാധാനപരമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളില് അതിക്രമിച്ചു കയറി അധിനിവേശം നടത്തി, ഇങ്ങനെയൊക്കെയാണല്ലോ ലോകം മുന്നോട്ട് പോകുന്നത്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു തആല ചോദിക്കുകയാണ്, ഇങ്ങനെ ലോകത്തിന്റെ അച്ചുതണ്ട് നിങ്ങളുടെ കയ്യിലാണെങ്കിൽ ദൈവശിക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് സമാധാനമുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ നിർഭയരാണോ? നിങ്ങൾ അതിനെ ഭയപ്പെടാതെ ജീവിക്കാൻ മാത്രം നിങ്ങൾക്ക് സംവിധാനങ്ങളുണ്ടോ എന്ന് ചോദിക്കാൻ. അഫ അമിന അഹ്ലുൽ ഖുറ. ഇവിടെ അഹ്ലുൽ ഖുറ എന്ന് പറയുമ്പോൾ എല്ലാ നാടുകളും ഉൾപ്പെടുന്നുണ്ട്. അതേസമയത്ത് സൂറത്തുൽ അഅറാഫ് അവതരിക്കുന്ന എവിടെയാണ്? മക്കയിലാണ്. അതുകൊണ്ട് തന്നെ മക്കക്കാര് അതിൽ പ്രത്യേകം ഉദ്ദേശിക്കുന്നു എന്ന് സാന്ദർഭികമായിട്ട് മനസ്സിലാക്കാം. അതേസമയത്ത് ഇന്ന് നമ്മൾ ഖുർആൻ വായിക്കുമ്പോൾ നമ്മുടെ രാജ്യവും നമ്മുടെ ലോകവും മുമ്പിൽ കാണാൻ സാധിക്കേണ്ടതുണ്ട്. അഫ അമിന അഹ്ലുൽ ഖുറ അയ്യതിയഹും ബഅസുന ബയാതൻ വഹും നായിമൂൻ. ബഅസ് എന്ന വാക്കിന് ശക്തി എന്നർത്ഥമുണ്ട്, കഴിവ് എന്നർത്ഥമുണ്ട്, അതുപോലെ ശിക്ഷ എന്ന അർത്ഥവുമുണ്ട്. അതുപോലെ തന്നെ പ്രയാസങ്ങളും ദുരിതങ്ങളും ബഅസ എന്ന നിലയ്ക്ക് ഖുർആൻ പ്രയോഗിക്കുന്നുണ്ട്. ബയാത്ത്, ബാത്ത യബീത്തു രാത്രി കഴിച്ചുകൂട്ടി എന്നാണ് വാക്കിന്റെ അർത്ഥം. മുസ്ദലിഫയിൽ രാപ്പാർക്കുന്നതിന് എന്താ പറയാ? അൽ മബീത്തു ബി മുസ്ദലിഫ എന്നാണ്. മുസ്ദലിഫയിൽ രാത്രി കഴിച്ചുകൂട്ടാം. ബൈത്ത് എന്ന വാക്ക് നമുക്ക് പരിചയമുള്ളതാണ്. എന്താ ബൈത്ത്? വീട് എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്, അല്ലെ? ശരിക്കും ബൈത്തിന്റെ ആശയം എന്താണ്? രാത്രി കഴിച്ചുകൂട്ടുന്ന ഇടം എന്നാണ് ശരിക്കും ബൈത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ന് നേരെ മറിച്ചാവുന്നുണ്ട്, അല്ലെ? പാതിരാവരെ പിന്നെ തട്ടുകടകൾക്ക് മുമ്പിലും അതുപോലെ പലയിടങ്ങളിലുമായിട്ട് മനുഷ്യരിങ്ങനെ രാത്രി ഉറങ്ങാതെ കഴിച്ചു കൂട്ടുന്ന ഒരു കാലാണ്. അങ്ങനെ പ്രകൃതി വിരുദ്ധമായ അവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതക്രമം മാറിപ്പോകുന്നുണ്ട്. ഏതായാലും ബാത്തയബീത്തു രാത്രി കഴിച്ചുകൂട്ടി, ബൈത്ത് രാപ്പാർക്കുന്ന ഇടം. ബയാത്ത് എന്ന് പറയുമ്പോൾ രാത്രി വേള എന്നാണ് ഉദ്ദേശിക്കുന്നത്. വഹും നായിമൂൻ അവർ ഉറങ്ങിക്കിടക്കുന്നവരായിരിക്കെ.
ഉറങ്ങിക്കിടക്കുമ്പോൾ അള്ളാഹുവിന്റെ ശിക്ഷ വന്നാൽ അതിനെക്കുറിച്ച് അവർ നിർഭയരാണോ എന്ന് അള്ളാഹു ചോദിക്കാൻ. ഉറങ്ങിക്കിടക്കുമ്പോൾ എന്തൊക്കെ അപകടങ്ങൾ സംഭവിക്കാറുണ്ട് അല്ലെ? ചിലപ്പോൾ ബിൽഡിങ് പൊളിഞ്ഞ് വീണ് അങ്ങനെ തന്നെ മരണപ്പെട്ടു പോകാറുണ്ട്. ചിലപ്പോൾ റോഡ് സൈഡിലൊക്കെ കിടക്കുമ്പോൾ വാഹനങ്ങൾ കയറിയിട്ട് മരണം സംഭവിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ അവനവന്റെ നിയന്ത്രണത്തിലല്ല സ്വന്തം ശരീരവും മനസ്സും ആ സമയത്ത്. അതാണ് ഉറക്കത്തിന്റെ പ്രത്യേകത. അങ്ങനെ ഉറങ്ങിക്കിടക്കുമ്പോൾ അള്ളാഹുവിന്റെ ശിക്ഷ വന്നാൽ അങ്ങനെ വരുമോ എന്നതിനെ കുറിച്ചുള്ള ഭയപ്പാട് ഇവരുടെ ഒന്നും മനസ്സിലില്ലേ എന്നാണ് അള്ളാഹുവിന്റെ ചോദ്യം. ഇനി അങ്ങനെയല്ല, അവ അമിന അഹ്ലുൽ ഖുർആൻ അയതിയഹും ബഅസുന ളുഹൻ വഹും യൽഅബൂൻ. ളുഹ നേരത്ത്. ളുഹ എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ ളുഹ നമസ്കാരത്തെ കുറിച്ച് മനസ്സിലാക്കാറുണ്ട്. സൂര്യൻ ഉദിച്ച് സൂര്യ വെളിച്ചം നന്നായി പരന്ന് ചൂട് ആരംഭിക്കുന്നതിന് മുമ്പുള്ള സമയമുണ്ടല്ലോ, ആ സമയത്തോടെയാണ് ശരിക്കും ളുഹ ആരംഭിക്കുന്നത്, ളുഹയുടെ സമയം ആരംഭിക്കുന്നത് എന്ന് പറയാം. നമ്മുടെ കലണ്ടറിലൊക്കെ ഉദയത്തിന്റെ ഒരു കോളമുണ്ട്. ഉദയം എന്ന് പറഞ്ഞൊരു സമയം കൊടുത്തിട്ടുണ്ടാവും. സുബഹി ബാങ്ക് കഴിഞ്ഞ് ഒരു 1.25 മണിക്കൂർ കഴിയുമ്പോഴായിരിക്കും ഉദയം പൂർണ്ണമാകുന്നത്. അവിടെ മുതൽക്ക് അല്ലെങ്കിൽ കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ടാണ് ളുഹ ആരംഭിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേക സമയമായിട്ട് ളുഹയെ കുറിച്ച് പറയും. പൂർവാന്നം എന്ന നിലയ്ക്ക് പറയാറുണ്ട്. പൂർവാന്നം, മധ്യാഹ്നം, സായാഹ്നം എന്ന രൂപത്തില് സമയത്തെ ക്രമീകരിക്കാറുണ്ടല്ലോ. എന്നാൽ ഇവിടെ ളുഹ പകൽ സമയം എന്ന ആശയത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അയ്യഅതിയഹും ബഅസുനാ ളുഹൻ വഹും യൽഅബൂൻ. അവർ ലൈബിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കെ എന്നാണ്, അവർ ഉല്ലസിച്ചു കൊണ്ടിരിക്കെ അള്ളാഹുവിന്റെ ശിക്ഷ വരുന്നതിനെ കുറിച്ച് അവർ നിർഭയരാണോ? അപ്പൊ മനുഷ്യരൊക്കെ ഉണർന്നിരിക്കുകയാണ്, ഒരുപക്ഷെ ജാഗ്രതയിലാണ്, കളികളിൽ നേരം പോക്കുകളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അതല്ലെങ്കിൽ ജീവിത വ്യവഹാരങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ദൈവിക ശിക്ഷ വന്നാൽ, ഒരു പരീക്ഷണം വന്നാൽ അതിനെ മറികടക്കാൻ നിങ്ങളുടെ കയ്യിൽ എന്താണ് ഉള്ളത് എന്നാണ് ചോദിക്കുന്നത് അല്ലെ? ആലോചിച്ച് നോക്കൂ. അതിവികസിത രാജ്യമാണല്ലോ അമേരിക്ക. പക്ഷെ കഴിഞ്ഞ ദിവസം അമേരിക്കയിലാണ് വമ്പിച്ച കാറ്റും പ്രളയവും ഉണ്ടായിരിക്കുന്നത് അല്ലെ? അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ പ്രകൃതിക്ഷോഭങ്ങൾ എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ മാറ്റി നിർത്തും. യഥാർത്ഥത്തിൽ ദൈവികമായ ഇടപെടലുകളാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പൊ ലോകം തന്നെ സ്തംഭിച്ചു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. കോവിഡ് കാലത്ത് അങ്ങനെയാണല്ലോ ഉണ്ടായത്. അതിനാൽ അള്ളാഹുവിന്റെ ഇടപെടലിനെ കുറിച്ച് എങ്ങനെയാണ് മനുഷ്യർക്ക് നിർഭയരാവാൻ കഴിയുന്നത് എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. ഒടുവില് അടുത്ത സൂക്തത്തിൽ 99 ഒന്നുകൂടി ചോദിക്കുന്നുണ്ട്. അഫ അമിനു മക്റല്ലാഹ്. അഫ അമിനു, അവർ നിർഭയരാണോ? മക്റല്ലാഹ്, അള്ളാഹുവിന്റെ തന്ത്രത്തെക്കുറിച്ച് അവർ നിർഭയരാണോ? ഫലാ യഅ്മനു, നിർഭയനാവുകയില്ല, മക്റല്ലാഹ്, അള്ളാഹുവിന്റെ തന്ത്രത്തെക്കുറിച്ച്, ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ, ആരല്ലാതെ, ഇങ്ങനെ സ്വയം നശിക്കാൻ തീരുമാനിച്ചവരല്ലാതെ അള്ളാഹുവിന്റെ തന്ത്രത്തെക്കുറിച്ച് നിർഭയനാവുകയില്ല. മക്ർ എന്ന വാക്കിന് തന്ത്രം എന്നും പറയും, ഇനി കുതന്ത്രം എന്നും പറയും. സത്യത്തിന്റെ മാർഗത്തിൽ ഉള്ള തന്ത്രങ്ങൾ ഉണ്ടല്ലോ, ദൈവികമായ ഇടപെടലുകൾക്ക് തന്ത്രം എന്നായിരിക്കും പറയാം. അതേസമയത്ത് സത്യത്തെ പരാജയപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ സ്വാഭാവികമായിട്ടും അത് തെറ്റായ നിലപാടാണ്. അതുകൊണ്ട് അതിന് കുതന്ത്രം എന്നായിരിക്കും വിശകലനത്തിൽ നമ്മൾ പറയുന്നത്. അപ്പൊ ഇവിടെ ദൈവികമായ തന്ത്രങ്ങൾ എന്ന അർത്ഥത്തിൽ പറയുമ്പോൾ അത് മനുഷ്യ നന്മയ്ക്ക് വേണ്ടി അള്ളാഹു ഒരുക്കുന്ന ചില പരീക്ഷണ ഘട്ടങ്ങളായിട്ടാണ് അതിന് മനസ്സിലാക്കേണ്ടത്. അഫ അമിനു മക്റല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവർത്തന തന്ത്രങ്ങളെ കുറിച്ച് അവർ നിർഭയരാണോ എന്നാണ് ഇവിടെ ചോദ്യം എന്ന് മനസ്സിലാക്കാം. അപ്പൊ മക്കർ എന്ന വാക്കിന് സാമർഥ്യം എന്നർത്ഥമുണ്ട്, ദുസ്സാമർഥ്യം എന്നുണ്ട്, കൗശലം, ചതി, അതുപോലെ കുതന്ത്രം, വൈഭവം എന്നെല്ലാം മക്കറിന് അർത്ഥം പറയാം. അപ്പം പോസിറ്റീവായിട്ട് ഉപയോഗിക്കാം, നെഗറ്റീവായിട്ടും ഉപയോഗിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഒരാളെ അയാൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിൽ ആഘാതമേൽപ്പിക്കുക, ഇപ്പൊ പിന്നാലെ വന്ന് പിറകിലൂടെ വന്ന് ആക്രമിക്കുക എന്നൊക്കെയുള്ള രീതി ഉണ്ടല്ലോ. അപ്പൊ അത് ഒരർത്ഥത്തിലുള്ള തന്ത്രമാണ്. അത്
ആ അക്രമിയുടെ കഴിവാണ്, സാമർഥ്യമാണ് എന്ന് വേണമെങ്കിൽ പറയാം ഒരാളും അറിയാത്ത വിധത്തില് ഒരു കുറ്റകൃത്യം ചെയ്ത് രക്ഷപ്പെടാൻ സാധിക്കുക എന്നുള്ളത്. പക്ഷെ അത് ധാർമ്മികമായിട്ട് ആലോചിക്കുമ്പോഴോ അത് കുതന്ത്രമാണ്, തെറ്റായ നിലപാടാണ് അയാളിലൂടെ ഉണ്ടായത്. അള്ളാഹു സുബ്ഹാനഹു തആല തന്ത്രം പ്രയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ നന്നാകാൻ വേണ്ടി അവസരം നൽകലാണത്. പക്ഷെ നമുക്ക് പ്രത്യക്ഷത്തിൽ അത് എങ്ങനെയാ തോന്നുക? എനിക്ക് അസുഖമായി, അതല്ലെങ്കിൽ സാമ്പത്തിക പ്രയാസമായി, മാനസിക പ്രയാസമായി, സമൂഹത്തിൽ പല വിധത്തിലുള്ള സംഘർഷാവസ്ഥകൾ, പ്രതികൂല സാഹചര്യങ്ങൾ രൂപപ്പെടുന്നു. ഇതൊക്കെ നമുക്ക് ഭയാനകമായ പ്രതിസന്ധികളായിട്ട് അനുഭവപ്പെടും. യഥാർത്ഥത്തിൽ അള്ളാഹു അതും ഒരു തന്ത്രമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ആലോചിച്ച് നോക്കൂ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഈമാനികമായ കരുത്ത് വർദ്ധിക്കുന്നുണ്ട്. പഴയ പോലെ അല്ലല്ലോ. നേരത്തെ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ആലോചിച്ചിരുന്നില്ല, അങ്ങനെ ശാന്തമായിട്ട് ഇബാദത്തുകളൊക്കെ അങ്ങനെ അങ്ങ് പോവുകയാണ്. പക്ഷെ പുതിയ കാലത്ത് അങ്ങനെയല്ല. പ്രതിസന്ധികൾ വരുമ്പോൾ ഇതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാനുള്ള കരുത്ത് ഞാൻ ആർജിക്കേണ്ടതുണ്ട്. ആ നിലയ്ക്ക് നമ്മുടെയൊക്കെ മനസ്സ് ഒരു മുന്നൊരുക്കത്തിന്റെ പശ്ചാത്തലത്തിലായി ഇപ്പോൾ ഉള്ളത്. ഏത് സാഹചര്യത്തിലും ഈമാൻ കൈവിട്ടു പോകാതെ സത്യമാർഗത്തിൽ അടിയുറച്ച് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു കരുത്ത് നമ്മൾ രൂപപ്പെട്ടു വന്നിട്ടുണ്ടല്ലോ. അപ്പൊ അത് ദൈവികമായ തന്ത്രത്തിന്റെ ഭാഗം തന്നെയാണ്. നമ്മുടെ ഈമാൻ ശക്തിപ്പെടുത്താൻ അള്ളാഹു നമുക്ക് നൽകുന്ന ചില അവസരങ്ങളായിട്ടാണ് അതിനെ കാണേണ്ടത്. അപ്പൊ അതിനെക്കുറിച്ചാണ് അടുത്ത ചോദ്യം. അമിനു മക്റല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവർത്തന തന്ത്രങ്ങൾ എന്നാണ് അതിന് നല്ല മലയാളം. പ്രവർത്തന തന്ത്രങ്ങളെ കുറിച്ച് അവർ നിർഭയരാണെന്നോ? ഫലാ യഅ്മനു മക്റല്ലാഹി ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ, സ്വയം നശിക്കാൻ തീരുമാനിച്ച ജനതയല്ലാതെ അള്ളാഹുവിന്റെ തന്ത്രത്തെക്കുറിച്ച് നിർഭയരാവുകയില്ല. എന്ന് പറഞ്ഞാൽ എന്ത് വന്നാലും കുഴപ്പമില്ല, ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ആകുള്ളൂ എന്നൊരാൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ സ്വയം നശിക്കാൻ തീരുമാനിച്ച ആളാണ് അയാൾ എന്നാണല്ലോ മനസ്സിലാക്കാൻ കഴിയാം. അള്ളാഹുവിന്റെ തന്ത്രം ചിലപ്പോ അനുഗ്രഹങ്ങൾ മുമ്പിൽ കാണിച്ചു തന്നുകൊണ്ടായിരിക്കാം, ഒരുപാട് വിഭവങ്ങൾ ചൊരിഞ്ഞു തന്നുകൊണ്ട്. അപ്പോഴെന്താ നമ്മൾ ആലോചിക്കാം, ഞാനേതോ തറവാട്ടുകാരനായത് കൊണ്ട് എനിക്ക് പ്രത്യേകമായിട്ട് പടച്ചോൻ തന്നതാണ് എന്ന നിലയ്ക്ക് അത് അടിച്ചു പൊളിച്ച് ധൂർത്തടിച്ച് മുന്നോട്ട് പോകുമ്പോൾ അള്ളാഹു ഒരുക്കിയ വലയിൽ നമ്മൾ പെട്ടുപോവാണ് ചെയ്യുന്നത്. അപ്പൊ അതിനാൽ പണ്ഡിതന്മാര് പറയുന്നത്, ഒരുപക്ഷെ ദാരിദ്ര്യത്തെക്കാളും കഷ്ടപ്പാടിനേക്കാളും ഒക്കെ ഗുരുതര പരീക്ഷണമായി മാറുക അനുഗ്രഹങ്ങളുടെ രൂപത്തിൽ നമുക്കുണ്ടാകുന്ന അനുഭവങ്ങളാണ് എന്നാണ്. പക്ഷെ അതിനെക്കുറിച്ച് നമ്മൾ അങ്ങനെ ആലോചിക്കൂല അല്ലെ? ഒരാള് സാമ്പത്തികമായിട്ടൊക്കെ മെച്ചപ്പെടുമ്പോൾ പടച്ചോൻ എന്തൊരു കൊടുക്കലാ കൊടുത്തത് എന്ന് പറഞ്ഞ് നമ്മളും അത് ആഗ്രഹിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാം. അതേസമയത്ത് കഷ്ടപ്പാടൊക്കെ ആണെങ്കിൽ പടച്ചോന്റെ പരീക്ഷണത്തിൽ അകപ്പെട്ടിരിക്കുക എന്ന് പറയും. ശരിക്കും ഭൗതിക വിഭവങ്ങൾ ധാരാളമായിട്ട് ഒരാൾക്ക് കിട്ടുമ്പോൾ പടച്ചോൻ അയാൾ എന്തൊരു പരീക്ഷണത്തിൽ അകപ്പെടുത്തിയത് എന്നാണ് ശരിക്കും പറയേണ്ടത് അല്ലെ? പക്ഷെ അങ്ങനെ ചിന്തിക്കാൻ നമ്മുടെ മനസ്സ് പലപ്പോഴും പാകപ്പെടുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പൊ ഇവിടെ 3 ചോദ്യങ്ങളാണ് അള്ളാഹു താല ഉന്നയിച്ചത് അല്ലെ? രാത്രിവേളയിൽ അള്ളാഹുവിന്റെ ശിക്ഷ വരുന്നതിനെ കുറിച്ച് അവർ നിർഭയരാണോ? പകലിൽ പല ആസ്വാദനങ്ങളിലും മുഴുകിയിരിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ ശിക്ഷ വരുന്നതിനെ കുറിച്ച് അവർ നിർഭയരാണോ? അള്ളാഹുവിന്റെ തന്ത്രങ്ങളെ കുറിച്ച്, അത് തനിക്കുമേൽ എങ്ങനെയാണ് വന്നു ഭവിക്കുക എന്നതിനെ കുറിച്ച് അവർ നിർഭയരാണോ? ഇങ്ങനെ 3 ചോദ്യങ്ങൾ അള്ളാഹു താല ചോദിച്ചു എന്ന് പറഞ്ഞാൽ നിർഭയരായേ പറ്റും. അല്ലാത്ത പക്ഷം അവനവന്റെ ജീവിതത്തെ സ്വയം ഓരോ ആളും നശിപ്പിച്ചു കളയാണ് എന്നാണ് അതിന്റെ ഉത്തരം. ഒരുപാട് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. മനുഷ്യന്റെ നിസ്സഹായാവസ്ഥ, നിസ്സാരത കൃത്യമായിട്ട് ബോധ്യപ്പെടുന്ന ഒരു സന്ദർഭമായി ഇതിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി 100-ാമത്തെ ആയത്തില് അല്ലാഹു തആല മക്കയോട് ചേർത്തുകൊണ്ട് തന്നെ മറ്റൊരു കാര്യമാണ് ഉണർത്താൻ പോകുന്നത്. അവലം യഹ്ദി ലില്ലദീന യരിസൂനൽ അർള മിൻ ബഅദി അഹ്ലിഹാ അൻ ലൗ നശാഉ അസബ്നാഹും
أن لو نشاء أصبناهم بذنوبهم ونطبع على قلوبهم فهم لا يسمعون. ചോദ്യം തന്നെയാണ് ആവർത്തിക്കുന്നത്. അവലം യഹ്ദി ലില്ലദീന യരിസൂനൽ അർള മിൻ ബഅദി അഹ്ലിഹാ. അവലം യഹ്ദി, ഹദാ യഹ്ദി വഴി കാണിച്ചു, മുന്നോട്ട് നയിച്ചു എന്നൊക്കെയാണ് അർത്ഥം. അവലം യഹ്ദി നയിക്കുന്നില്ലേ, വഴി കാണിച്ചു കൊടുക്കുന്നില്ലേ. ലില്ലദീന യരിസൂന, വറസ യരിസു അനന്തരമെടുത്തു, വിറാസത്ത് എന്നൊക്കെ പറഞ്ഞാൽ അനന്തര സ്വത്ത്, അവകാശം എന്നാണല്ലോ. അവലം യഹ്ദി ലില്ലദീന യരിസൂന, അവകാശികളാകുന്നവർക്ക്, അവകാശികളാകുന്നവരെ മുന്നോട്ട് നയിക്കുന്നില്ലേ, അവകാശികളാകുന്നവരെ മുന്നോട്ട് നയിക്കുന്നില്ലേ. എന്തിന്റെ അവകാശി? അൽ അർള, ഭൂമിയുടെ അവകാശികളാകുന്നവരെ മുന്നോട്ട് നയിക്കുന്നില്ലേ. മിൻ ബഅദി അഹ്ലിഹ, അതിൻ്റെ നിവാസികൾക്ക് ശേഷം എന്ന് പറഞ്ഞാൽ നേരത്തെ ഒരു അഹ്ലുകാര് ഭൂമിയിലുണ്ടല്ലോ, ആ അഹ്ലുകാര് പോയതിന് ശേഷം പുതിയ ഒരു സമൂഹം ഇപ്പോൾ ഒരു നാട്ടില് രംഗത്ത് വന്നിരിക്കുന്നു, അവരെ നയിക്കുന്നില്ലേ എന്നാണ്. എന്താണ്? അല്ലൗ നശാഉ, അല്ലാഹു തആല ഉദ്ദേശിക്കുന്നുവെങ്കിൽ, അൻ എന്തെന്നാൽ ലൗ എങ്കിൽ, നശാഉ നാം ഉദ്ദേശിക്കുന്നു, നാം ഉദ്ദേശിക്കുന്നുവെങ്കിൽ, അസബ്നാഹും, അസാബ യുസീബു മുസീബത്ത്, ആപത്ത്, വിപത്ത്, അവർക്ക് ആപത്ത് അണയ്ക്കുന്നതിനെ കുറിച്ച്, ശിക്ഷ വന്നെത്തും അല്ലെങ്കിൽ മുസീബത്ത് വന്നെത്തും എന്നതിനെ കുറിച്ച്, അതിലേക്ക് അവരുടെ ചിന്ത അവരെ നയിക്കുന്നില്ലേ എന്നാണ്. ബിദുനൂബിഹിം, അവരുടെ പാപങ്ങൾ നിമിത്തം, സ്വന്തം പാപങ്ങൾ നിമിത്തം അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ തങ്ങൾ ചെന്നുപെടും എന്നുള്ള ചിന്തയിലേക്ക് നാട്ടുകാരുടെ മനസ്സിനെ അവർ സ്വയം തന്നെ നയിക്കുന്നില്ലേ എന്ന ചോദ്യം. വനത്തുബഉ അലാ ഖുലൂബിഹിം, തുബഅ എന്താണ്? മുദ്ര വെച്ചു എന്നാണ്, സീല് വെച്ചു. വനത്തുബഉ നാം അടച്ചു മുദ്ര വെക്കുന്നതിനെയും, അലാ ഖുലൂബിഹിം അവരുടെ ഹൃദയങ്ങളിന്മേൽ. എന്തുകൊണ്ടാണ്? സത്യവിരോധത്താൽ അവരുടെ ഹൃദയങ്ങളെ മുദ്ര വെക്കുന്നതിനെ കുറിച്ചും അവർ ചിന്തിക്കുന്നില്ലേ, അതിനെക്കുറിച്ചൊന്നും ആലോചിക്കുന്നില്ലേ. ഫഹും ലാ യസ്മഊൻ, ഫഹും ഇനി അവര് ലാ യസ്മഊൻ ഒന്നും കേൾക്കാതിരിക്കുകയാണോ എന്നാണ് അള്ളാഹുവിന്റെ ചോദ്യം. ഈ ആയത്തില് ആദ്യം പറയുന്നത് എന്താണ്? ഒരു മനുഷ്യൻ ചിന്തിച്ചു നോക്കുമല്ലോ സ്വാഭാവികമായിട്ടും, എൻ്റെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകുന്നു. ഒരു നന്മ ചെയ്യുമ്പോൾ മനസ്സിൽ സംതൃപ്തി ഉണ്ടാവും അല്ലെ, തിന്മ ചെയ്യുമ്പോൾ കുറ്റബോധവും അസ്വസ്ഥതയും ഉണ്ടാവും. ഇത് എല്ലാവരിലും ഉണ്ടാവും. ദൈവവിശ്വാസി പോലും ആകണമെന്നില്ല, മനസ്സാക്ഷിയുള്ള എല്ലാവരുടെ അകത്തും അതുണ്ടാകും. പക്ഷെ എന്നിട്ടും അതിനെ മറികടന്ന് കള്ളം പറയുവാനും അതിനെതിരില് പ്രസ്താവനകൾ നടത്താനൊക്കെ മനുഷ്യന് കഴിയുന്നത് എങ്ങനെയാണ്? മനസ്സാക്ഷി മരവിച്ചു പോകുമ്പോഴാണ് അല്ലെ. അങ്ങനെയാണല്ലോ, പകൽ വെളിച്ചം പോലെ ലോകത്തിന് മുഴുവനും മനസ്സിലാകുന്ന ഒരു സത്യത്തെ അസത്യമായിട്ട് അവതരിപ്പിക്കാൻ കഴിയുക. ഇപ്പൊ ഗസയിലെ സമൂഹത്തെ ഭീകരന്മാരായിട്ട് ചിത്രീകരിക്കാൻ മാധ്യമങ്ങൾ ശ്രമിക്കുന്നു, ലോകരാജ്യങ്ങളിൽ ചിലർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പകൽ വെളിച്ചത്തില് ആർക്കും മനസ്സിലാകുന്നതാണ്. ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ക്യൂവിൽ നിൽക്കുകയാണ് പാത്രങ്ങളുമായിട്ട് കുഞ്ഞുങ്ങള്, ആ സമയത്ത് ബോംബിട്ട് ഇല്ലാതെയാക്കിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് ആ നിസ്സഹായരായ സമൂഹത്തെ കുറിച്ച് കണ്ടോ, ഭീകരതയ്ക്കെതിരെ ഞങ്ങൾ യുദ്ധം ചെയ്യുകയാണ് എന്ന് വിളിച്ചു പറയാണ് അല്ലെ. മനസ്സാക്ഷി മരവിക്കുമ്പോഴേ അങ്ങനെ സംഭവിക്കുള്ളൂ. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു പശ്ചാത്തലത്തിലേക്ക് തന്നെയാണ് ശ്രദ്ധ തിരിക്കുന്നത്. അവലം യഹ്ദി, നയിക്കുന്നില്ലേ, സ്വന്തം ഹൃദയങ്ങളെ, മനസ്സുകളെ മനുഷ്യന്മാര് കൊണ്ടുപോകുന്നില്ലേ. ലില്ലദീന യരിസൂനൽ അർള മിൻ ബഅദി അഹ്ലിഹ, ഒരു നാട്ടുകാരെ കുറിച്ച് പറയാൻ. നേരത്തെ വേറൊരു കൂട്ടർ ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പൊ പുതിയൊരു കൂട്ടർ വന്നിരിക്കുകയാണ്. ഇതെങ്ങനെ സംഭവിക്കുന്നത്? ഈ ലോകത്ത് ആരും ശാശ്വതരല്ല എന്നല്ലേ അതിന്റെ അർത്ഥം അല്ലെ. ഒരു വിഭാഗം ജീവിച്ചു, അവർ കടന്നു പോകുമ്പോഴാണ് മറ്റൊരു വിഭാഗം വരുന്നത്. ഒന്നുകിൽ സ്വാഭാവിക മരണമാകാം,
അതല്ലെങ്കിൽ ദൈവശിക്ഷയാൽ ഒരു സമൂഹം തുടച്ചു നീക്കപ്പെടുമ്പോൾ മറ്റൊരു സമൂഹത്തെ അള്ളാഹു കൊണ്ടുവരുന്നതാകാം. മക്കയെ സംബന്ധിച്ച് പറയുമ്പോൾ മക്കയിൽ അങ്ങനെ അള്ളാഹുവിന്റെ ശിക്ഷ വന്ന് ഭവിച്ച ചരിത്രങ്ങളൊന്നും രേഖപ്പെട്ടിട്ടില്ല. പ്രകൃതിക്ഷോഭങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ കഅബ തന്നെയും വെള്ളപ്പൊക്കത്തിൽ മുങ്ങിപ്പോയ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. എന്നാൽ ദൈവിക ശിക്ഷ വന്നതിന്റെ ചരിത്രങ്ങൾ രേഖപ്പെട്ടിട്ടില്ല. അതേസമയം ഒരുപാട് സമൂഹങ്ങൾ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടം മുതൽക്ക് ഇങ്ങോട്ട് ചിന്തിക്കുമ്പോൾ തന്നെ അതുവഴി കടന്നു പോയിട്ടുണ്ടാവും. അതാണ് ഒരു വിഭാഗം നേരത്തെ അവിടെ ഉണ്ടായിരുന്നു, അവർ കടന്നു പോയതിന് ശേഷം ഇപ്പോ ഇവർക്കാണ് ഈ നാടിന്റെ അവകാശം ലഭിച്ചിരിക്കുന്നത്. ഈ ആളുകളുടെ ചിന്ത മുന്നോട്ട് പോകുന്നില്ലേ? എന്താണ്? അല്ലൗ നശാഉ അസബ്നാഹും ബിദുനൂബിഹിം. അല്ലാഹു പറയാണ്, നാം ഉദ്ദേശിക്കുകയാണെങ്കിൽ അവരുടെ പാപങ്ങൾ നിമിത്തം നാം അവർക്കുമേൽ വിപത്തുകളെ അയക്കും എന്നതിനെ കുറിച്ചുള്ള ഒരു വിചാരവും ഇവർക്കില്ലേ എന്നാണ് ചോദിക്കുന്നത്. വനതുബഉ അലാ ഖുലൂബിഹിം. ഇവരുടെ ഹൃദയങ്ങളെ നാം മുദ്ര വെച്ച് കളയുന്നതിനെ കുറിച്ചും ഇവർക്ക് ആലോചനയൊന്നുമില്ലേ? ഫഹും ലാ യസ്മഊൻ. എന്നിട്ട് ഒന്നും കേൾക്കാത്തവരെ പോലെ അന്ധമായിട്ടാണല്ലോ ഇവർ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ നാടും, ശരിക്കും നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ മണ്ണ് ശരിക്കും ഒരു ശ്മശാന ഭൂമി ആയിരിക്കാം. നമ്മൾ സാധാരണഗതിയിൽ ഖബർസ്ഥാനിലാണ് ആളുകൾ മറമാടപ്പെടുന്നത് എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ നമ്മുടെ വീടും പരിസരമൊക്കെ നിൽക്കുന്ന ഇടം ഒരുപക്ഷെ മുൻ തലമുറകളുടെ ഖബർസ്ഥാൻ ആകാവുന്നതാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, മുൻഗാമികളുടെ വാസസ്ഥലങ്ങളിലൂടെയാണ് ഇപ്പോൾ നിങ്ങൾ സഞ്ചരിക്കുന്നത്. യംശൂന ഫീ മസാകിനിഹിം എന്നൊരു പ്രയോഗമുണ്ട്. ഏതൊക്കെയോ സമൂഹങ്ങളുടെ ഖബറുകൾക്ക് മുകളിലൂടെ ആയിരിക്കാം നമ്മൾ സഞ്ചരിക്കുന്നത്. ഇങ്ങനെ കൈമാറ്റം ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണല്ലോ ദുനിയാവ്. എന്നിട്ടും എന്താണ് മനുഷ്യൻ ആലോചിക്കാത്തത്? തങ്ങളുടെ തിന്മകൾ നിമിത്തം അല്ലാഹു തആല വല്ല മുസീബത്തും ഇറക്കിയെങ്കിലോ എന്ന ആലോചന. മനസ്സ് കടുത്തു പോകുന്നു. സത്യത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയാതെ മനസ്സ് പിറകോട്ട് മാറുന്നുണ്ടെങ്കിൽ അള്ളാഹു എൻ്റെ ഹൃദയത്തിന് മുദ്ര വെച്ച് കളഞ്ഞതാണോ എന്നൊരു വിചാരം ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാവൂലേ? ഇപ്പൊ ലോകത്തിന്റെ ഒരു അവസ്ഥ അങ്ങനെയാണ്, മനസ്സ് കടുത്തു പോകുന്ന അവസ്ഥയാണ് അല്ലേ? പലതരത്തിലുള്ള അതിക്രമങ്ങൾ കണ്ട് കണ്ട് മനസ്സ് മരവിച്ചു പോവാണ്. ഒരു വിഭാഗം ആളുകൾ അള്ളാഹുവോട് കരഞ്ഞു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. മറ്റൊരു വിഭാഗം അതൊന്നും കുഴപ്പമില്ല, ഇനിയിപ്പോ ലോകം ഇങ്ങനെയൊക്കെ തന്നെ മുന്നോട്ട് പോകുള്ളൂ എന്ന അവസ്ഥയിലാണ്. വേറൊരു വിഭാഗം അതിക്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഫഹും ലാ യസ്മഊൻ. അവർ യാഥാർത്ഥ്യം കേൾക്കാൻ സന്നദ്ധമാകുന്നില്ല എന്ന് അള്ളാഹു പറയുന്നു. ഇതൊക്കെയാണ് സമൂഹങ്ങൾ നശിപ്പിക്കപ്പെടാനുള്ള കാരണം എന്നാണ് പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കം. നൂഹ് അലൈഹിസ്ലാം മുതൽ ഷുഐബ് അലൈഹിസ്ലാമിന്റെ ജനത വരെയും പല ഘട്ടങ്ങളിലായിട്ട് പല സാഹചര്യങ്ങളിൽ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതൊക്കെയാണ് അതിന്റെ കാരണം എന്ന് അള്ളാഹു ഉണർത്താണ്. ഇനി അടുത്ത ആയത്ത് ശ്രദ്ധിക്കാം, 101. تلك القرى نقص عليك من أنبائها ولقد جاءتهم رسلهم بالبينات فما كانوا ليؤمنوا بما كذبوا من قبل كذلك يطبع الله على قلوب الكافرين. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അടുത്ത ആയത്ത്. തിൽക്കൽ ഖുറാ നഖുസ്സു അലൈക മിൻ അംബാഇഹ. ഈ നാടുകളെ കുറിച്ച് പറയാണ്, ഇങ്ങനെ നശിപ്പിക്കപ്പെട്ട നാടുകൾ, സമൂഹങ്ങൾ. തിൽക്കൽ ഖുറാ, ആ നാടുകൾ ഇതാ. നഖുസ്സു അലൈക്, നാം നിനക്ക് പറഞ്ഞു തരുന്നു. ഖസ്സ യഖുസ്സു, വിശദീകരിച്ചു, പറഞ്ഞു തന്നു എന്നാണ്. ഖസസ് ഉണ്ടല്ലോ, കഥ എന്ന അർത്ഥത്തിൽ നമ്മൾ പറയും. സംഭവ കഥകൾ ഒന്നിനെ പിറകെ ഒന്നായിട്ട് ഇങ്ങനെ ചേർത്ത് പറയുമ്പോഴല്ലേ കഥ അവതരണം അതിൻ്റെ ഭംഗിയിലായി തീരുന്നത്. എന്ന പോലെ അള്ളാഹു പറയാണ്, നഖുസ്സു അലൈക്, നാം നിനക്ക് പറഞ്ഞു തരുന്നു ഈ കഴിഞ്ഞു പോയ നാടുകളെ കുറിച്ച് അല്ലെങ്കിൽ ജനപഥങ്ങളെ കുറിച്ച്. മിൻ അംബാഇഹ, അതിന്റെ വാർത്തകളിൽ നിന്ന് കുറെ കഥകൾ, കുറെ ചരിത്രങ്ങൾ. നബ, വാർത്ത, അതിന്റെ ബഹുവചനമാണ് അംബാ.
അപ്പൊ കുറെ വാർത്തകൾ, അങ്ങനെ ചില ഭാഗങ്ങൾ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. ഖുർആനില് മറ്റു പലയിടങ്ങളിലും പറഞ്ഞ ചരിത്ര പശ്ചാത്തലങ്ങൾ ചേർത്ത് വെക്കുമ്പോഴാണ് അതിന് പൂർണ്ണത ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കാം. എന്നിട്ട് പറയാണ് വലഖദ് ജാഅത്തുഹും റസുലുഹും ബിൽ ബയ്യിനാത്ത്. ഇവരൊക്കെ എങ്ങനെ നശിപ്പിക്കപ്പെട്ടു പോയത്? സ്വാഭാവികമായിട്ട് ആലോചിച്ചു പോകൂലേ? അപ്പൊ അള്ളാഹു പറയാണ് വലഖദ് ജാഅത്തുഹും, ഇവർക്കൊക്കെ വന്നെത്തിയിട്ടുണ്ട്, റസുലുഹും, അവരുടെ ദൂതന്മാർ നേരിട്ട് അവരിലേക്ക് ചെന്നിരുന്നു, ബിൽ ബയ്യിനാത്ത്, തെളിഞ്ഞ ദൃഷ്ടാന്തങ്ങളുമായിട്ട് നേരിട്ട് പ്രവാചകന്മാർ അവരിലേക്ക് ചെന്നതാണ്. എന്നിട്ടോ ഫമാ കാനൂ ലിയുഅ്മിനൂ, പക്ഷെ അവര് വിശ്വസിക്കാൻ സന്നദ്ധമായില്ല എന്നതാണ് അതിന്റെ കാരണം. ബിമാ കദ്ദബൂ മിൻ ഖബ്ൽ, അവർ നേരത്തെ തന്നെ സത്യത്തെ തള്ളിപ്പറഞ്ഞവരാണ്. അതിനാൽ പ്രവാചകന്മാർ വന്ന് പറയുമ്പോൾ ഇതൊരു പുത്തൻ വാദമാണല്ലോ എന്ന രൂപത്തിലാണ് അവരതിനെ സമീപിക്കുന്നത്. അങ്ങനെ അവരതിനെ തള്ളിപ്പറഞ്ഞു എന്ന് അള്ളാഹു ചേർത്ത് പറയുന്നു. ബിമാ കദ്ദബൂ മിൻ ഖബ്ൽ കദാലിക യത്ബഉ അല്ലാഹു അലാ ഖുലൂബിൽ കാഫിരീൻ. ഇപ്രകാരം സത്യത്തെ നിഷേധിക്കുന്നവരുടെ ഹൃദയങ്ങളെ അള്ളാഹു താല മുദ്ര വച്ചിരിക്കുന്നു. വീണ്ടും ആ പ്രയോഗം വരികയാണ്. അപ്പൊ ഇവിടെ നമ്മൾ ആലോചിച്ചാല് വലിയ ആശയങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കുന്നതായിട്ട് മനസ്സിലാവും, അല്ലെ? ഈ ചരിത്ര പശ്ചാത്തലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ചരിത്രം വായിക്കുന്നത് എന്തിനാണ്? ചിലർ പറയല്ലോ, എന്തിനാണ് ചത്തതിന്റെ ജാതകം നോക്കുന്നത് എന്ന് പറയും. അങ്ങനെയല്ല, ചരിത്രം വലിയ പാഠങ്ങൾ നൽകുന്നുണ്ട്. അവർ വിട്ടേച്ചു പോയ നന്മകൾ നമുക്ക് സ്വീകരിക്കാം, അവർക്ക് സംഭവിച്ച അബദ്ധങ്ങളിൽ നിന്ന് നമുക്ക് മാറി നിൽക്കുവാനുമുള്ള ഒരു അവസരമാണ് ചരിത്ര പഠനം. അതിനാണ് ഖുർആൻ ചരിത്രം നിരന്തരം പറയുന്നത്. റിസാലത്ത്, പ്രവാചകത്വം എന്ന നിലയ്ക്ക് ഖുർആനിന്റെ 1/3 ചരിത്രമായിരിക്കും, അല്ലെ? 1 തൗഹീദാണ്, ഏകദൈവത്വമാണ്, ആദർശ പ്രഖ്യാപനമാണെങ്കിൽ മറ്റൊന്ന് ഈ ആദർശവുമായിട്ട് സമൂഹങ്ങളിലേക്ക് വന്ന പ്രവാചകന്മാരുടെ ചരിത്രങ്ങളാണ്. പിന്നെ ഒന്ന് ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യമായ ആഖിറത്താണ്, പരലോകാണ്. ഖുർആന്റെ 3 മുഖ്യ വിഷയങ്ങൾ. അതിൽ റിസാലത്തുമായി ബന്ധപ്പെട്ടാണ് ചരിത്രങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. അപ്പൊ ഇടയ്ക്ക് വെച്ച് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് പറയാണ്, തിൽക്കൽ ഖുർആൻ നഖുസ്സു അലൈക മിൻ അംബാഇഹ, താങ്കൾക്ക് ഈ ജനപഥങ്ങളുടെ, ഈ നാട്ടുകാരുടെ ഒരുപാട് സംഭവങ്ങൾ, വാർത്തകൾ, ചരിത്രങ്ങൾ നാം വിവരിച്ചു തരുന്നുണ്ട്. വലഖദ് ജാഅത്തുഹും റസൂലുഹും ബിൽ ബയ്യിനാത്ത്, ഇവര് നശിപ്പിക്കപ്പെട്ടത് വിവരക്കേട് കൊണ്ട് പെട്ടെന്ന് നശിച്ചു പോയതൊന്നും അല്ല. നാളെ പരലോകത്ത് എത്തുമ്പോൾ ഒരു ചോദ്യമല്ലേ, അലം യഅ്തികും നദീർ. നരകത്തിന്റെ വക്കിൽ നിൽക്കുമ്പോൾ അല്ലാഹു തആല ഇവിടെ മലക്കുകൾ അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അല്ല നിങ്ങൾക്ക് ഇതെങ്ങനെ സംഭവിച്ചു? മുന്നറിയിപ്പുകാരൊന്നും വന്നില്ലേ? ഇതെന്താ പറ്റിയത് എന്ന് ചോദിക്കുന്നുണ്ട്. ബലാ ഖദ് ജാഅനാ നദീർ, അതെ, മുന്നറിയിപ്പുകാരൊക്കെ വന്നിരുന്നു, പക്ഷെ ഞങ്ങൾ അതിനെ കളവാക്കി പോയി എന്ന് പറയും. അപ്പൊ അല്ലാഹു തആല കൃത്യമായിട്ട് അവന്റെ ബാധ്യത പൂർത്തീകരിച്ചിട്ടുണ്ട്. പ്രവാചകന്മാർ സാന്ദർഭികമായി വന്നിട്ടുണ്ട് ഓരോ സമൂഹത്തിലും, പക്ഷെ എന്നിട്ടും അവരതിനെ തള്ളി പറയുകയായിരുന്നു എന്നാ പറയുന്നത്. ഈ കഴിഞ്ഞ ആയത്തിലും ഈ ആയത്തിലും വന്നിട്ടുള്ള ഒരേ സംഗതി എന്താണ്? നത്ബഉ അലാ ഖുലൂബിഹിം, ഹൃദയങ്ങളെ മുദ്ര വെച്ചു എന്നുള്ളതാണ്. സൂറത്തുൽ ബഖറയില് തുടക്കത്തിൽ തന്നെ അങ്ങനെ ഒരു പരാമർശം വരുന്നുണ്ടല്ലോ, ഖത്തമല്ലാഹു അലാ ഖുലൂബിഹിം, അള്ളാഹു അവരുടെ ഹൃദയങ്ങൾക്ക് മുദ്ര വെച്ചു എന്നൊരു പ്രയോഗമുണ്ട്. അപ്പൊ അതെങ്ങനെ സംഭവിക്കാം? ഒരാളുടെ സ്വന്തം തീരുമാനം അനുസരിച്ചാണ്. ഒരു കത്തിൽ മുദ്ര വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ആധികാരികമായി, അല്ലെ? അല്ലെങ്കിൽ സീല് വെക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ അത് മറ്റാരും തുറന്നു വായിക്കാൻ പാടില്ല എന്നൊരു ഉദ്ദേശം അതിലുണ്ട്. എന്ന പോലെ മനസ്സുകളെ അടച്ചു പൂട്ടി വെക്കുന്നൊരവസ്ഥയാണ് മുദ്ര വെക്കുക എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതൊരാൾ സ്വയം തീരുമാനിക്കുകയാണ്. യഹൂദർ പറഞ്ഞൊരു പ്രയോഗമില്ലേ, ഖുലൂബുന ഗുൽഫ്, ഞങ്ങളുടെ മനസ്സുകൾ ഭദ്രമാണ് എന്നവർ പറഞ്ഞിരുന്നു. എങ്ങനെ? ഇപ്പൊ ഒരു പാത്രത്തിന് അടപ്പിട്ട മാതിരിയാണത്. അപ്പൊ എന്താ സംഭവിക്കുക? അകത്തുള്ളത് പുറത്തും പോവില്ല, പുറത്തുള്ള ഒന്നും അകത്ത് കിടക്കയില്ല. അങ്ങനെ ചില മനുഷ്യന്മാരെ കാണും, അല്ലെ? എന്ന് പറഞ്ഞാൽ പഠിച്ചതൊന്നും മറക്കുകയില്ല, പുതുതായി ഒന്നും പഠിക്കുകയില്ല. ഞാൻ എന്താണോ പണ്ട് പഠിച്ച അതനുസരിച്ചേ ഞാൻ ജീവിക്കുള്ളൂ.
അതിനപ്പുറത്തേക്ക് വളരാനും വികസിക്കാനും ശ്രമിക്കില്ല എന്നർത്ഥം. അതൊന്നും ഒഴിവാക്കൂല. പുതുതായിട്ട് ഒരു നന്മ ഒരാൾ പറഞ്ഞു കൊടുത്താൽ അതിനെ ഉൾക്കൊള്ളുകയുമില്ല. ഇങ്ങനെ അടച്ചു വെച്ച പാത്രങ്ങൾ പോലെ മനസ്സുകൾ ആയി പോവാണ്. അതിനെക്കുറിച്ചാണ് അള്ളാഹു ഹൃദയങ്ങൾക്ക് മുദ്രയിടുക എന്ന് പറയുന്നത്. അത് അള്ളാഹു ചെയ്തു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ അറിവോടെയാണ് സംഭവിക്കുന്നത്. ആ നിലക്കാണ്. അല്ലാതെ അള്ളാഹു എൻ്റെ മനസ്സിന് മുദ്ര വെച്ചതല്ലേ, പിന്നെ ഞാനെന്ത് ചെയ്യാന്, ഞാൻ തെറ്റുകാരനാകോ എന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടല്ല. മനസ്സിന്റെ താക്കോല് നമ്മുടെ അകത്ത് തന്നെയാണ്. ഖുർആൻ ചോദിക്കുന്നുണ്ടല്ലോ, അം അല ഖുലൂബിൻ അഖ്ഫാലുഹ, അല്ല അവരുടെ ഹൃദയങ്ങൾക്ക് താഴിട്ടിരിക്കുകയാണോ, പൂട്ടിട്ടിരിക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിനാൽ മനസ്സ് തുറക്കാത്ത വിധം അടഞ്ഞുപോയ നിർഭാഗ്യവാന്മാരായ ആളുകളെ കുറിച്ചാണ് ഈ പ്രയോഗം എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ വലിയ ദുരന്തമാണ് അയാളെ സംബന്ധിച്ചിടത്തോളം. അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്തൊരു കുരുക്കായിട്ട് അത് മാറിപ്പോകുന്നു എന്ന് മനസ്സിലാക്കാം. നമ്മളും ചിന്തിക്കേണ്ട ഒരു വിഷയമാണത്. ഖുർആൻ പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സ് അതിനനുസരിച്ച് വികസിക്കുന്നുണ്ടോ, അതല്ലെങ്കിൽ ചെറിയ ചെറിയ വിഷയങ്ങളിൽ കുരുങ്ങിക്കിടന്ന് മനസ്സിടുക്കത്തോടുകൂടി മറ്റുള്ളവരോട് മിണ്ടാനും ചിരിക്കാനും സലാം പറയാൻ പോലും കഴിയാത്ത വിധത്തിൽ അവനവനിലേക്ക് ഉൾവലിഞ്ഞു പോകുന്നുണ്ടോ എന്ന് നമ്മളും ചിന്തിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ വരുമ്പോൾ മനസ്സിന് പോട്ട് വീഴുന്നുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടത്. ഇവിടെ കുഫ്റ് കൊണ്ടുള്ള താഴാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെ? കദാലിക യത്ബഉല്ലാഹു അലാ ഖുലൂബിൽ കാഫിരീൻ എന്ന് പറയുമ്പോൾ ഒടുവില് ഈ വിഷയം അവസാനിപ്പിച്ചുകൊണ്ട് അള്ളാഹു 102-ാമത്തെ ആയത്തിൽ ഒന്നുകൂടി ചേർത്ത് പറയാണ്, വമാ വജദ്നാ ലിഅക്സരിഹിം മിൻ അഹ്ദ് വഇൻ വജദ്നാ അക്സറഹും ലഫാസിഖീൻ. വമാ വജദ്ന, നാം കണ്ടെത്തിയില്ല. വജദ യജിദു, കണ്ടു. വമാ വജദ്ന, നാം കണ്ടില്ല. ലി അക്സരിഹിം, അവരിൽ അധിക ആളുകൾക്കും, മിൻ അഹ്ദിൻ, യാതൊരു പ്രതിബദ്ധതയും കണ്ടെത്തിയില്ല. അഹ്ദ് എന്ന വാക്കിന് കരാറ് എന്നാണ് സാധാരണ അർത്ഥം പറയാം. കരാറ്, പ്രതിജ്ഞ. അതിലൂടെ ഉണ്ടാകേണ്ട ഒരു പ്രതിബദ്ധത ഉണ്ടല്ലോ, ഒരു കാര്യത്തോടുള്ള ആത്മാർത്ഥമായ കൂറുണ്ടാവുക, അതാ ഉദ്ദേശിക്കുന്നത്. വമാ വജദ്നാലി അക്സരിഹിം മിൻ അഹ്ദ്, ഇവരിൽ അധിക പേർക്കും ഒരു പ്രതിബദ്ധതയും നാം കണ്ടെത്തിയില്ല എന്ന് അള്ളാഹു ഈ സമൂഹങ്ങളെ മൊത്തത്തിൽ വിലയിരുത്തി പറയാണ്. വഇൻ വജദ്ന അക്സറഹും ലഫാസിഖീൻ. വഇൻ വജദ്ന, എന്നാൽ നാം കണ്ടു. ഇൻ എന്നതിന് ഇവിടെ പോസിറ്റീവായിട്ട് അർത്ഥം പറയാം, തീർച്ചയായും എന്നായിരിക്കും അപ്പോൾ അർത്ഥം. വഇൻ വജദ്ന, എന്നാൽ നാം കണ്ടിട്ടുണ്ട്, അക്സറഹും, അവരിൽ അധികം ആളുകളെയും, ലഫാസിഖീൻ, പാപികളായിട്ട് അല്ലെങ്കിൽ അധർമ്മികളായിട്ടാണ് നാം കണ്ടത്. കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുമ്പോൾ ഒടുവിൽ ആ വിധിന്യായത്തില് ഒരു നിലപാട് പറയല്ലോ എന്ന പോലെ അള്ളാഹു തആല ഒടുവിലായിട്ട് ഈ സമൂഹങ്ങളെ കുറിച്ച് നടത്തുന്ന ഒരു വിലയിരുത്തലാണിത്. വമാ വജദ്നാ ലി അക്സരിഹിം മിൻ അഹ്ദ്, യാതൊരു പ്രതിബദ്ധതയും സത്യത്തോട്, നീതിയോട്, അവനവനോട്, സ്വന്തം മനസാക്ഷിയോട് പോലും പ്രതിബദ്ധതയില്ലാത്ത അവസ്ഥയിലാണ് അവര്. മാത്രമല്ല അവർ ധിക്കാരികളായിട്ട് മാറിപ്പോയിരിക്കുന്നു എന്നും ചേർത്ത് പറയാണ്. ഫാസിഖ്, ഫിസ്ഖ് എന്ന വാക്ക് പലപ്പോഴും നമ്മൾ വിശദീകരിച്ചിട്ടുള്ളതാണ്, അല്ലെ? ഇപ്പൊ ഒരു വിത്ത് ഉണ്ടല്ലോ, ഇപ്പൊ മാങ്ങയാണെന്ന് കരുതാം. അപ്പൊ പഴുത്ത മാങ്ങ നമ്മളിങ്ങനെ പിടിച്ച് ഞെക്കുമ്പോൾ, അമർത്തുമ്പോൾ എന്ത് സംഭവിക്കും? അതിന്റെ വിത്ത് പുറത്തേക്ക് തെറിച്ചു പോകും. എന്ന പോലുള്ള ഒരു അവസ്ഥയ്ക്കാണ് ശരിക്കും ഫിസ്ഖ് എന്ന് പറയാം. ഒന്ന് പുറന്തള്ളപ്പെടുക. അപ്പൊ തൻ്റെ അകത്തുള്ള സത്യവും മൂല്യവും നന്മയും ഒക്കെ ഇതുപോലെ പുറന്തള്ളപ്പെട്ടു പോകുന്ന അവസ്ഥയ്ക്കാണ് ഫിസ്ഖ് എന്ന് പറയാം. അത് മുഖേന അയാള് എന്താകും? ധിക്കാരിയായി മാറും. അയാള് നിയമ ലംഘനം നടത്തുന്ന അവസ്ഥയിലേക്ക് മാറും എന്നാണ് മനസ്സിലാകുന്നത്. വളരെ കൃത്യമായൊരു വിശകലനാണ് ഇവിടെ വന്നിരിക്കുന്നത്, അല്ലെ? എന്തുകൊണ്ട് പൂർവ്വ സമൂഹങ്ങളിൽ പലതും നശിപ്പിക്കപ്പെട്ടു? അതിന്റെ കാരണക്കാരൻ അള്ളാഹുവാണോ, അതല്ല അതാത് സമൂഹങ്ങളാണോ?
എന്ന് നീതിമാനായ അള്ളാഹു അക്കമിട്ട് വളരെ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തുകയാണ് കഴിഞ്ഞ സൂക്തങ്ങളിൽ സംഭവിച്ചിരിക്കുന്നത്. അപ്പം ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ സംഭവങ്ങളെയും ഈ നിലക്ക് വിശകലനം ചെയ്യാൻ നമുക്ക് പറ്റണം. ഇപ്പൊ നമ്മുടെ നാട്ടില് ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നു, ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നു, കൊടുങ്കാറ്റുണ്ടാകുന്നു, അതുപോലെ പ്രളയം ഉണ്ടാകുന്നു. ഇതിനൊക്കെ ഭൗതികമായിട്ടാണല്ലോ പൊതുവെ നമ്മൾ വിലയിരുത്തുക. അതിനപ്പുറം ദൈവികമായ ഒരു ഇടപെടലിന്റെ വശം ഇതിലൊക്കെ ഉണ്ട് എന്നൊരാശയം ഇത് ഉൾക്കൊള്ളുന്നുണ്ട്. ഇനി സുദീർഘമായി അള്ളാഹു താല മൂസ അലൈഹി ഇസ്ലാമിന്റെ ചരിത്ര പശ്ചാത്തലങ്ങളിലേക്ക് കടക്കുകയാണ്. കുറച്ച് കൂടുതൽ സൂക്തങ്ങൾ ആ പശ്ചാത്തലത്തിലാണ് ഇനി അവതരിക്കുന്നത്. ഏതായാലും ഈ ആയത്തുകളുടെ ആശയങ്ങൾ നമ്മളെ സമകാലിക ലോകത്ത് ഒരുപാട് പാഠങ്ങൾ നൽകുന്ന, ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ്. അതിനാൽ കൂടുതൽ അറിയാനും പഠിക്കുവാനും ശ്രമിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വചനങ്ങളെ യഥാവിധി അറിയുവാൻ, ഉൾക്കൊള്ളുവാൻ, അതനുസരിച്ച് ജീവിതം നയിക്കുവാൻ, ഈ സന്ദേശത്തെ സമൂഹ മധ്യത്തിൽ പ്രചരിപ്പിക്കുവാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പഠിച്ചവനെ, ഞങ്ങളുടെ എല്ലാ സതുദ്ദേശങ്ങളും സഫലീകരിച്ചു തരണേ നാഥ. എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നീ കാവൽ നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. ലോകത്തെ മർദ്ദിതരായ ജനങ്ങൾക്ക് ആശ്വാസവും വിജയവും നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. ഗസയിലെ കുഞ്ഞുമക്കള്, ഉമ്മമാർ, സഹോദരങ്ങൾ, പഠിച്ചവനെ, അവര് ഖുദ്സിന്റെ വിമോചന മാർഗത്തിൽ, ഇസ്ലാമിന്റെ ആദ്യ ഖിബ്ലയുടെ വിമോചന മാർഗത്തിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. നാഥ, അവരെ നീ സഹായിക്കണേ നാഥ. അവർക്കെതിരിലുള്ള എല്ലാ കുതന്ത്രങ്ങളെയും പരാജയപ്പെടുത്തണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളിൽ രോഗികളായ, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, സാമ്പത്തിക ഞെരുക്കങ്ങളുള്ള, മാനസിക പ്രയാസങ്ങളുള്ള എല്ലാവർക്കും ആശ്വാസം നൽകണേ റബ്ബേ. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവരെയും അനുഗ്രഹിക്കണേ നാഥ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله. وعليكم السلام ورحمة الله وبركاته.